സൗദിയിലുള്ള ഒട്ടുമിക്ക സർവീസ് ബിസിനസ് ഓണേഴ്സിനോടും ഞാൻ സംസാരിക്കുന്ന സമയത്ത് മീറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിന് പോലും പല സമയത്തും അവർക്ക് റൈറ്റ് ഡിസിഷൻസ് റൈറ്റ് ടൈമിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ബിസിനസ് ഓണർ അവർക്ക് അക്കൗണ്ടബിളായിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, അവർക്കൊരു അക്കൗണ്ടബിലിറ്റി വരുന്നില്ല. അവരെ ആരെങ്കിലും പുഷ് ചെയ്യാനുണ്ടെങ്കിൽ അവർ ഉഷാറായിട്ട് പരിപാടികളൊക്കെ ചെയ്യും, നല്ലപോലെ ബിസിനസ് കൊണ്ടുവരും, നല്ലപോലെ കമ്പനി മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർക്കൊരു പുഷ് കിട്ടണമെന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ അവർക്ക് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാവും. പുതിയ പ്രൊജക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് എടുക്കണോ, അല്ലെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഹൗ സൂൺ ഐ നീഡ് ടു ടേക്ക് ദിസ് വൺ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ ഇറക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കേണ്ടത്, ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ ഇവർക്കൊരു സ്മോൾ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പോ ഇല്ലാണ്ട് ഇവർ സ്വന്തമായിട്ടൊരു സൈലൻറ്റ് പ്രഷറിൽ അവർ എലോൺ അവർ ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകുന്ന സമയങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ബിസിനസ് ഓണേഴ്സിന് വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രോത്താണ് ഉണ്ടാവുക. കാരണം അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനോ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ ഇത് പറഞ്ഞു കൊടുക്കാനോ ഒന്നും അവർക്കൊരു ഗ്രൂപ്പില്ല എന്നുള്ളതാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വരുന്ന നെക്സ്റ്റ് മന്തിൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഹൈ ഇമ്പാക്റ്റ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. ഈ ഗ്രൂപ്പൊന്നുമില്ല, നമ്മൾ ഒരു 8 മുതൽ 10 വരെയുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ കേപ്പബിലിറ്റീസും അവരുടെ എക്സ്പീരിയൻസും അവരുടെ നോളജും അവരുടെ എക്സ്പീരിയൻസും നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള 8 മുതൽ 10 വരെയുള്ള ബിസിനസ് ഓണേഴ്സിൻ്റെ പുതിയ പ്രൊജക്ട്സുകൾ, അതേപോലെ തന്നെ അവരുടെ പ്രോബ്ലംസ്, അവരുടെ ചലഞ്ചസ്, ഇതെല്ലാം നമ്മൾ ആ ഗ്രൂപ്പിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയും ആ ഗ്രൂപ്പിൽ അതിനുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള അവർക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുകയും അതേപോലെ തന്നെ അവർക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് പുതിയൊരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകാനുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുക. അതേപോലെ തന്നെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് അവർക്ക് ഇതിൽ നിന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ അവർ ഓരോ 2 വീക്സിലും ഓരോ 2 വീക്സിലുമാണ് നമ്മളുടെ ഈ ഒരു മാസ്റ്റർ മൈൻഡ് സെഷൻ വരുന്നത്. ഇതൊരു 3 to 4 hours വരെ നീണ്ടു നിൽക്കുന്ന മാസ്റ്റർ മൈൻഡ് സെഷൻ ആയിരിക്കും. ഇവിടെ നമ്മൾ മിനിമം ഒരു 2 ബിസിനസ് ഓണേഴ്സിനെ നമ്മൾ ഹോട്ട് സീറ്റിൽ ഇരുത്തിക്കൊണ്ട് അവരുടെ പുതിയ പ്രശ്നങ്ങളോ അവരുടെ പ്രൊജക്ട്സുകളോ അവരുടെ ചലഞ്ചസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും 8 മുതൽ 10 വരെയുള്ള ഈ ആളുകൾ ബിസിനസ് ഓണേഴ്സ് ഡിസ്കസ് ചെയ്യും. അവർക്ക് ആ ഒരു ഇൻഫർമേഷൻസും അതിൻ്റെ ഒരു എക്സിക്യൂഷൻ പ്ലാൻ